ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാൻ ക്യാപിറ്റലാണ് കളിക്കാൻ പോകുന്നത് ഗൈസ്. ഞാൻ ബിൽഡേഴ്സ് വർക്ക്ഷോപ്പ് എങ്ങനത്തെ രീതിയിലാണ് രണ്ട് അറ്റാക്ക് കൊണ്ട് ഫുൾ സ്കെയർ എടുക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നേരെ തന്നെ നമ്മുടെ ട്രൂപ്സ് എന്ന് പറഞ്ഞാൽ മൈനറും സ്കെൽട്ടൻ സ്പെല്ലും ഉപയോഗിച്ചാണ് ഞാൻ എപ്പോഴും അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന്. സോ ഇതാണ് നമ്മുടെ ബേസ്. അത്യാവശ്യം ബേസ് നല്ല ആക്റ്റീവായിട്ടുള്ള മാക്സ് ബേസാണ്. അപ്പോൾ നമ്മുടെ ഈ എക്സ്പോ പോലത്തെ സാധനം കണ്ടില്ലേ, അവിടെയാണ് ഫസ്റ്റ് നമ്മുടെ സ്കെൽട്ടൻ സ്പെല്ലിടാൻ പോണേ. ഒരെണ്ണം ഇട്ടിട്ടുണ്ട് ആ ഏരിയ. ഓക്കെ, വേറെ ഒരെണ്ണം ദാ ഈ കൂട്ടത്തോടെ ബിൽഡിംഗ് ഇരിക്കണം, അവിടെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ദാ ഇവിടെ ഇട്ടിട്ടുണ്ട്. ബേസിക്കലി നമ്മുടെ സ്കെൽട്ടൻ സ്പെൽസിലെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി പയ്യെ ഓരോ മൈനറായിട്ട് ഇറക്കുക. ഒരു മൈനർ നമ്മുടെ ഈ മൾട്ടി ക്യാനോൺ പോലത്തെ അതിൻ്റെ അടുത്ത് എടുക്കുക. ഒരെണ്ണം ദാ ഈ സ്പിയറിൻ്റെ അടുത്ത് ഇറക്കുക. ഇവിടെ ഒരെണ്ണം സ്പിയറിൻ്റെ അടുത്ത് ഇറക്കുക. ഒരെണ്ണം ദാ ഈ സ്പിയറിൻ്റെ അടുത്ത് ഇറക്കുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൈനർ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ ആ ബിൽഡിങ് കംപ്ലീറ്റ് പൊട്ടും. സോ അതിന് വേണ്ടി ഇതാ കണ്ടോ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് പോയി. അപ്പോൾ വീണ്ടും ഒരു മൈനർ അവിടെ ഇറക്കുക. ഒരു മൈനർ ഇതാ ഇവിടെ ഇറക്കുക. അത്യാവശ്യം ആ ഏരിയയ്ക്ക് സെറ്റായിട്ട് തന്നെയാണ് പോണത്. വീണ്ടും ഒരു മൈനർ ഇവിടെ ഇറക്കുക. നമ്മൾ ഓരോ ബിൽഡിംഗ് ആയിട്ട് തീർത്ത് വേണം പോകാൻ. അപ്പോൾ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഒരു മൈനർ ഇവിടെ ഇറക്കി, ഒരു മൈനർ ഈ സൈഡ് ഇറക്കി. അപ്പോൾ അവർ സെറ്റാവും. ഇനി ഒരു മൈനറും കൂടെ ഉണ്ട്. ആ മൈനർ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ച് ഇവിടെ ഇറക്കണമെന്ന് നോക്കിയാൽ ഞാൻ ഇവിടെ സിംഗിളായിട്ട് നമ്മുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ അടുത്ത് ഇറക്കിയിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മുടെ എല്ലാം തീർന്നിട്ടുണ്ട്. ഒരു ലൈറ്റിനിങ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ സ്കെൽട്ടൻ സ്പെല്ല് ഇറക്കിയ സ്ഥലം കണ്ടോ, നമ്മുടെ ആ എക്സ്പോ പോലത്തെ ആ വലിയ ടവർ രണ്ടും പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ രണ്ട് സാധനം പൊട്ടിയിട്ടുണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബേസ് ഏകദേശം തീർന്നതാണ്. ഇനി നമ്മുടെ ബേസിൽ ഏകദേശം തീർന്നു. ഇതാരും അറ്റാക്ക് ചെയ്യണേ. ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സ് എല്ലാം നമ്മൾ തീർത്തിട്ടുണ്ട്. സോ ഇനി അടുത്ത അറ്റാക്കിൽ നമ്മൾ എന്തായാലും നല്ലൊരു 3 സ്റ്റാർ എടുക്കുന്നതായിരിക്കും. എവിടെയാ? ബിൽഡേഴ്സ് വർക്ക്ഷോപ്പ് അറ്റാക്ക്. സെയിം ട്രൂപ്പാണ്. ഇനി നമ്മൾ സ്കെൽട്ടൻ സ്പെല്ല് ഇറക്കാൻ പോകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരെണ്ണം ഇറക്കണുണ്ട് ഗൈസ്. അവിടെ ഒന്നും കൂടെ ഇറക്കി, ഒരെണ്ണം കൂടെ ഈ ഫ്രണ്ടിലോട്ട് ഞാൻ ആ കാനോണില്ലേ അത് രണ്ടും മാറ്റാൻ വേണ്ടിയാണ്, അതിൻ്റെ ടാർഗറ്റ് മാറ്റാൻ വേണ്ടിയാണ് രണ്ട് സൈഡിലായിട്ട് ഇറക്കിയത്. പിന്നെ ഒരെണ്ണം നമുക്ക് ഇവിടെ തന്നെ ഇറക്കാം. ഈ കോൺസെൻട്രേറ്റഡ് ബിൽഡിംഗ് ഉള്ള സ്ഥലത്ത് തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇനി പയ്യെ ഒരു മൈനർ ഈ ജെയിൻറ്റ് കനോണിൻ്റെ അടുത്ത് ഇറക്കിയിട്ടുണ്ട്. ഒരു മൈനർ ഈ കനോണിൻ്റെ അടുത്ത് ഇറക്കിയിട്ടുണ്ട്. ഒരു മൈനർ ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഇറക്കി. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് എയർ ഡിഫൻസിൻ്റെ അവിടെ ഒരു മൈനർ. പിന്നെ ഒരു മൈനർ ഇവിടെ ഇറക്കി ആ മോർട്ടറിൻ്റെ അടുത്ത് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഓരോ ബിൽഡിങ്ങും ടാർഗറ്റ് ചെയ്ത് പയ്യെ മോണിറ്റർ ചെയ്ത് വേണം ഇറക്കാൻ. ഇനി ഒരു മൈനർ ഇവിടെ ക്ലീനിങ്ങിന് വേണ്ടി ഞാൻ ആ സൈഡ് ഇറക്കിയിട്ടുണ്ട്. സോ ഈ ഏരിയയൊക്കെ ഏകദേശം സെറ്റായിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ മൈനേഴ്സ് എല്ലാം അത്യാവശ്യം ഇവിടെ ഒരെണ്ണം ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി 3 മൈനറും കൂടെ ഉണ്ട്. ഈ ജെയിൻറ്റ് കനോൻ്റെ അടുത്ത് തന്നെ ഞാൻ ഒരു മൈനർ ഇറക്കി. അപ്പോൾ ആ ഏരിയ ഓക്കെ ആയിട്ടാണ് പോകുന്നത്. നിലവിൽ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ മൈനറിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് തന്നെ വെച്ചേക്കാണ്. ഒരു മൈനർ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി എല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട്. നമ്മൾ ഈ കൊച്ചി 2 ബിൽഡിങ്ങില്ലേ അവിടെ ഒരു ലൈറ്റ്നിങ് ഇട്ടു, അത് കംപ്ലീറ്റും പൊട്ടി. എന്നിട്ട് ആ മൈനർ നമ്മൾ ആ ജെയിൻറ്റ് കനോൻ്റെ അടുത്താണ് ഇറക്കിയിട്ടുള്ളത്. സോ ബേസിക്കലി ബേസ് തീർന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓരോ മൈനറിനെ ഓരോ ബിൽഡിങ്ങിനായിട്ട് ടാർഗറ്റ് ചെയ്ത് കൊടുക്കുക. ആ മൈനർ പൊട്ടുമ്പോൾ, ആ മൈനർ ചാവുമ്പോൾ അതിന് ഒരു ബോംബുണ്ട്, അത് പൊട്ടുമ്പോൾ തന്നെ ആ ബിൽഡിങ് കംപ്ലീറ്റും അങ്ങ് ഇതായി പോകും. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിൽഡേഴ്സ് വർക്ക്ഷോപ്പ്. 2 അറ്റാക്കിൽ സിമ്പിളായിട്ട് നമുക്ക് തീർക്കാം. ഈ യൂട്യൂബ് വേറെ വീഡിയോയിലൊക്കെ കാണാം, നമുക്ക് ഒരു അറ്റാക്കിൽ കംപ്ലീറ്റ് തീർക്കാൻ പറ്റും. അത് എല്ലാവർക്കും തീർക്കാൻ പറ്റണമെന്നില്ല. സോ ബേസിക്കലി ഈ 2 അറ്റാക്ക് കൊണ്ട് നോർമൽ പീപ്പിളിനെ തന്നെ തീർക്കാവുന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, വീണ്ടും നമുക്ക് അടുത്തൊരു ബിൽഡേഴ്സ് വർക്ക്ഷോപ്പിനെ കയറി അറ്റാക്ക് ചെയ്യാം. നേരെ തന്നെ നമ്മുടെ ട്രൂപ്സൊക്കെ കണ്ടിട്ടുണ്ട്, സെയിം ആണ്. നേരെ തന്നെ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഈ പ്രാവശ്യം ഓക്കെ, ഇത് സിമ്പിളായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നേരെ ഒരു സ്കെൽട്ടൻ സ്പെല്ല് നമ്മുടെ ഈ ഇൻഫർണോ നമ്മുടെ എക്സ്പോ പോലത്തെ ടവറിൽ ഇടുന്നു. അടുത്ത ഒരെണ്ണം ഇവിടെ ഇടുന്നു. പിന്നെ മെയിൻ ബിൽഡിംഗ് ആയിട്ടുള്ള നമുക്ക് എവിടെ ഇടാം? നമുക്ക് ഇവിടെയും കൂടെ ഒരെണ്ണം ഇടണോ? വേണ്ട, ഇവിടെ ഈ ഏരിയ തന്നെ നമുക്ക് ഇടാം ഗൈസ്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നമ്മൾ ആ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ബിൽഡിങ്സ് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്ത സ്ഥലത്താണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇനി നമ്മൾ ഓരോ മൈനേഴ്സായിട്ട് ഈ സ്പിയർ ത്രോവറിൻ്റെ അടുത്ത് ഒരു മൈനർ ഇറക്കി, ഈ സ്പിയർ ത്രോവറിൻ്റെ അടുത്ത് ഒരെണ്ണം ഇറക്കി, പിന്നെ നമ്മുടെ ഈ എയർ ഡിഫൻസിൻ്റെ അടുത്ത് ഒരെണ്ണം ഇറക്കി, പിന്നെ ഈ കാനോൻ്റെ അടുത്ത് ഒരെണ്ണം ഇറക്കി. ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്പിയറിൻ്റെ അടുത്ത് ഒരെണ്ണം ഒന്നും കൂടെ ഇറക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം. ഇവിടെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അടുത്തുള്ള ബിൽഡിങ്സ് ഈസി ആയിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മെയിൻ ഉദ്ദേശം അതാണ്. ഓക്കെ, ഇവിടെയും ഏകദേശം സെറ്റായിട്ടുണ്ട്. 2 സൈഡും കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തിട്ട് വേണം ഇറക്കാൻ. ഇത് ഒരു മൈനർ ഞാൻ ആ ജെയിൻറ്റ് കനോൻ്റെ അടുത്ത് ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം ഇവിടെയും കൂടെ ഈ ജെയിൻറ്റ് കനോൻ്റെ അടുത്ത് ഇറക്കിയിട്ടുണ്ട്. സോ ബേസിക്കലി നമുക്കിനി 2 മൈനേഴ്സും കൂടെ ഉണ്ട്. അത് അവിടെ ഒരെണ്ണം ഇറക്കി. ഇനി ഒരു മൈനറും കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ മൈനർ ഞാൻ ഇവിടെ തന്നെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നേരെ പോകുന്നത് ആ ക്രഷറിൻ്റെ അടുത്താണ്. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ ഏകദേശം അറ്റാക്ക് തീർന്നിട്ടുണ്ട്. അടുത്ത അറ്റാക്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ഒരു 3 സ്റ്റാർ കിട്ടുന്ന ബേസാണിത്. സിമ്പിൾ ബേസ്. ഓക്കെ,
ഏകദേശം സെറ്റായിട്ടുണ്ട്. 2 മൈനറും കൂടെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. രണ്ടും ഇപ്പോൾ നിലവിൽ ജീവിച്ചിട്ടില്ല. ഒരു ലൈറ്റ്നിങ് സ്പെല്ല് നമുക്ക് ഈ കൊച്ചു ബിൽഡിങ്ങിൻ്റെ നടുക്കിട്ട് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. അതാകുമ്പം എളുപ്പമായിരിക്കും അടുത്ത പ്രാവശ്യം സ്കെൽറ്റൻ സ്പെല്ലിൽ അറ്റാക്ക് ചെയ്യാൻ. നെക്സ്റ്റ് അറ്റാക്ക് കാണിച്ചു തരാം. നേരത്തെ തന്നെ നമ്മുടെ നെക്സ്റ്റ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ. നമ്മളിത് വേണമെങ്കിൽ നമുക്ക് മറ്റേ വോൾസ് പൊട്ടിക്കാൻ വേണ്ടി മറ്റേ ആ ബാർബേറിൻ്റെ ഒരു തടി കൊണ്ടുപോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഇറക്കാം. ഞാൻ ഇപ്പോൾ അത് ഉപയോഗിക്കില്ല, എൻ്റെ ആവശ്യമില്ല. സോ ഇനി നമുക്ക് 3 സ്കെൽറ്റൻ സ്പെല്ലുണ്ട്. ഒരെണ്ണം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, ആ ഏരിയ സെറ്റാക്കട്ടെ. വേറെ ഒരെണ്ണം ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ വേറെ ഒരെണ്ണം വീണ്ടും ബാക്ക് ടു അവിടെ വേണ്ട അല്ലേ, ഈ കനോൻ്റെ അടുത്താണ് ഞാൻ വേറെ ഒരെണ്ണം ഇറക്കിയ. സോ ബേസിക്കലി എല്ലാവരെയും ഇറക്കിയിട്ടുണ്ട്. ഇനി ഓരോ മൈനറായിട്ട് ഞാൻ ഇവിടെ ഒന്ന് ഇറക്കി. സ്കെൽറ്റൻസ് പൊങ്ങി വരുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള മൈനേഴ്സിനും കൂടെ ഇറക്കണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. പയ്യെ ഓരോന്നായിട്ട് ഇറക്കിയാൽ മതി. ഓക്കെ, സ്കെൽറ്റൻസ് വന്നിട്ടുണ്ട്. അവിടെ ഞാൻ മൊത്തം 4 മൈനേഴ്സിനെയാണ് നമ്മുടെ മറ്റേ ആ ടൗൺ ഹാൾ പോലത്തെ സാധനത്തിൻ്റെ അടുത്ത് ഇറക്കിയിട്ടുള്ളത്. ഇപ്പുറത്തെ ഒരു മൈനർ ഇറക്കി. സോ ബേസിക്കലി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു 3 സ്റ്റാർ കിട്ടേണ്ട ബേസാണ്. വീണ്ടും ഞാൻ ഓരോ മൈനേഴ്സായിട്ട് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഇനി ഒരു മൈനർ കൂടെ ബാക്കിയുണ്ട്. ആ മൈനർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. ഏകദേശം നമ്മുടെ സ്കെൽറ്റൻസ് എല്ലാം ഏകദേശം അവിടെ കവർ ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ജെയിൻ്റെ കനോണും പൊട്ടി, നമ്മുടെ ആ എക്സ്പോ പോലത്തെ സാധന ടവറും പൊട്ടി. ബേസിക്കലി എല്ലാം തീർന്നിട്ടുണ്ട് ഗൈസ്. ഒരു മൈനറും കൂടെ ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ബേസിലൊന്നും കാണാനൊന്നുമില്ല, എല്ലാം ഏകദേശം ഡെഡാണ്. ഒരു ലൈറ്റ്നിങ് ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ അടുത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ബേസ് ഗൈസ്. ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാം. നമ്മൾ ബിൽഡിങ്സ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത മെയിൻ ബിൽഡിങ്സിൽ വേണം ഫസ്റ്റ് സ്കെൽറ്റൻസ് സ്പെല്ല് ഇടാം. എന്നിട്ട് അതിനനുസരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത ബിൽഡിങ്സിൻ്റെ അടുത്ത് ഇടുക. പക്ഷേ വിസ ടവറിനെ നിങ്ങൾ കുറച്ചൊന്ന് ടാർഗറ്റ് ചെയ്യണം. വിസ ടവറിൻ്റെ അടുത്ത് ഇറക്കി കഴിഞ്ഞാൽ ടോട്ടലി വേസ്റ്റ് ആയിപ്പോയി നമ്മുടെ സ്കെൽറ്റൻ സ്പെൽസ്. അപ്പോൾ വീണ്ടും നല്ലൊരു 3 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. സ്കെൽറ്റൻ സ്പെല്ലിട്ട് നമുക്ക് ഈസി ആയിട്ട് ബിൽഡർ ബേസ് കിട്ടില്ലായിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പറയുക. ബൈ ഗൈസ്.